ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസും ബൈനോമിയൽ തിയറൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഏത് പഠിച്ചിട്ടുള്ളത്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് 8ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബൈനോമിയൽ തിയറം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ചാപ്റ്റേഴ്സ് അതിൻ്റെ ഇടയിലുണ്ട്. അതായത് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട്, കോണിക് സെക്ഷൻ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷൻ ജോമെട്രി ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഈ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് വരുന്നൊരു ചാപ്റ്ററാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് നമ്മൾ അവിടെ പഠിച്ച പല കാര്യങ്ങളും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്, വിച്ച് ഈസ് ചാപ്റ്റർ നമ്പർ 16. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആയാലും കോണിക് സെക്ഷൻ. അത് സ്ട്രെയിറ്റ് ലൈൻ പുതിയൊരു ചാപ്റ്ററാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ കണ്ടിന്യൂവേഷനാണ് കോണിക് സെക്ഷൻ. കോണിക് സെക്ഷൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷൻ ജോമെട്രി. അപ്പോൾ നമുക്കത് അടുത്തത് അതൊരുമിച്ച് അങ്ങനെ എടുത്തു പോകാം. അപ്പോൾ നമുക്കിവിടെ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 16, 16ാമത്തെ ചാപ്റ്ററാണ്, വിച്ച് ഈസ് നോൺ ആസ് പ്രോബബിലിറ്റി. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കട്ടോ. പ്രോബബിലിറ്റി ചാപ്റ്റർ സിമ്പിളായിട്ടുള്ള, ഞാൻ ആദ്യം ചാപ്റ്ററിനെ കുറിച്ചൊന്ന് പറയാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. ഓക്കെ, പക്ഷേ നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ ഇതിലൊരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് ഉണ്ടാവുക. റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ ഉണ്ടാവുക. ഓക്കെ, ഒരാളൊരു കോയിൻ ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളൊരു ഡൈ ത്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളൊരു കാർഡ്സ് എടുക്കുന്നു. അപ്പോൾ അതിന് അങ്ങനെയുള്ള റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ നമ്മൾ പ്രോബ്ലംസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് വളരെ 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 സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പെർമ്യൂട്ടേഷൻസിലും കോമ്പിനേഷനിലും ബൈനോമിയൽ തിയറത്തിലൊക്കെ പഠിച്ച പോലെ നമുക്കിതിനകത്ത് പഠിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ബാക്കി ഇതിൻ്റെ അപ്പുറത്ത് ഒരു കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ളത്. അത് റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷേ ആൻസർ എന്ന് പറയുന്നത് 2-3 സ്റ്റെപ്പിൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും ഇതിനകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധ്യതകളെക്കുറിച്ച് പറയുന്നതാണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് പല സാധ്യതകളുണ്ടാവും. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ശരിയല്ലേ? ഒരു കോയിന് നമ്മൾ ടോസ് ചെയ്യുമ്പോൾ അവിടെ ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ 2 റിസൾട്ടാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോസിങ് എ കോയിൻ. ശരിയല്ലേ? അപ്പോൾ അതിന് എത്ര റിസൾട്ട് പോസിബിൾ ആണ്? 2 റിസൾട്ട് പോസിബിൾ ആണ്. ക്ലിയർ? അപ്പോൾ 2 റിസൾട്ട് പോസിബിൾ ആണ്. ഏതൊക്കെയാണ് 2 റിസൾട്ട്? ഹെഡ് ആവാം, ടെയിൽ ആവാം. അപ്പം നമ്മൾ ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് പറയാണ്. അപ്പോൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ആവാനുള്ള പോസിബിലിറ്റി എന്താണ്, ടെയിൽ ആവാനുള്ള പോസിബിലിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതാണ് പ്രോബബിലിറ്റി. സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ പറയണത്. ഓക്കെ,
ഇപ്പം നമ്മളൊരു ഡൈ ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പാമ്പും കൂടിയൊക്കെ കളിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക, ഒരു ഡൈ ഉണ്ടാവും, അത് ആ ഡൈയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും, 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് ത്രോ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. അപ്പോൾ ഇത്രയും പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഡൈ ത്രോ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര റിസൾട്ട് പോസിബിൾ ആണ്? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, ശരിയല്ലേ? ഇത്രയും റിസൾട്ട് അവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഈ റിസൾട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഇത്ര റിസൾട്ട് പോസിബിൾ ആണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന റിസൾട്ടാണ് കിട്ടുക എന്ന് നമുക്ക് അഷ്വർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് സാധ്യതകൾ വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് അവർ ടോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹെഡോ ടെയിലോ എന്ന് ചോദിക്കും, ശരിയല്ലേ? അപ്പോൾ അത് അവിടെ സാധ്യതയാണ്. നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഇപ്പം ഞാൻ ഹെഡ് വിളിച്ചു കഴിഞ്ഞാൽ ആ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ ഒരു സാധ്യതയാണ്. ചിലപ്പോൾ ഹെഡ് കിട്ടാം, ചിലപ്പോൾ ടെയിൽ കിട്ടാം. അപ്പം ഞാൻ പറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടോസ് വിൻ ചെയ്തു, അങ്ങനെയല്ലേ? അപ്പോൾ അതേപോലെ ഉള്ള എക്സ്പെരിമെൻറ്റുകളെക്കുറിച്ച് ആണ് നമ്മൾ, അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ആദ്യം ഇവിടെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ പ്ലസ് വണ്ണിൽ ചാപ്റ്റർ നമ്പർ 16 ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് ബേസിക് ടേംസ്, ബേസിക് ഇക്വേഷൻസ്, ആ ബേസിക് ഇക്വേഷൻസും ബേസിക് ടേമൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത്. പക്ഷേ ഇതിൻ്റെ കണ്ടിന്യൂവേഷന് നമ്മൾ പ്ലസ് 2-ൽ പഠിക്കുന്നുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ പ്ലസ് 2-ൽ പഠിക്കുന്നുണ്ട്. പ്ലസ് 2-ൽ നമ്മൾ പഠിക്കുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്ലസ് 2-ലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടെന്നല്ല, നമ്മൾ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റണം സിമ്പിളായിട്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ആ ചാപ്റ്റർ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇവിടെയാണ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്. ആ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത് ഇവിടെയാണ്. ഇനി അവിടെ നമ്മൾ പറയുമ്പോൾ എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് നമ്മൾ പറയില്ല, അത് നമ്മൾ പഠിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന ടേംസ് ഒക്കെ പ്ലസ് 2-ൽ നമ്മൾ പഠിക്കുന്ന ബേസിക് ടേംസ് ഒക്കെ പഠിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസിനെ കുറിച്ച് പഠിക്കാം. ഒന്നാമത്തത് റാൻഡം എക്സ്പെരിമെൻറ്റ്. രണ്ടാമത്തത് ഔട്ട്കം. മൂന്നാമത്തത് സാമ്പിൾ സ്പേസ്. നാലാമത്തത് എന്ന് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാനൊരു ടേമായിട്ട് പറയാം, സാമ്പിൾ പോയിന്റ്. ഇത്രയും ടേംസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പറയാൻ പോവാണ്. നല്ലോണം ശ്രദ്ധിക്കട്ടോ. എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്, എന്താണ് ഔട്ട്കം, എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് സാമ്പിൾ പോയിന്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോവാണ്. അതായത് സിമ്പിളായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള 2 എക്സ്പെരിമെൻറ്റ്, അതായത് ടോസിങ് എ കോയിൻ ഓർ ത്രോയിങ് എ ഡൈ. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് പ്രത്യേകത എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് റാൻഡം എക്സ്പെരിമെൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ, നല്ലോണം ശ്രദ്ധിക്കട്ടോ, ഒരു എക്സ്പെരിമെൻറ്റ് റാൻഡം എക്സ്പെരിമെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ, അതിൽ 1-ൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവണം. അപ്പോഴാണ് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആവുള്ളൂ.
ഇപ്പം നമുക്കൊരൊറ്റ റിസൾട്ട് ഉള്ള ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം, ഒരൊറ്റ റിസൾട്ടേ കിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റാൻഡം എക്സ്പെരിമെൻ്റ് ആവില്ല, അവിടെ സാധ്യതകളില്ല. ശരിയല്ലേ? ഇപ്പം നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ അതിന് ഒരൊറ്റ സാധ്യതയുള്ളൂ എന്ന് വിചാരിക്കാം, അതായത് ഒരൊറ്റ റിസൾട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതിനൊരു റാൻഡം എക്സ്പെരിമെൻ്റ് അല്ല, അതിന് സാധ്യതകളെ കുറിച്ച് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അവിടെ ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ, ആ ഒരു റിസൾട്ടേ പോസിബിൾ ആയിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റാൻഡം എക്സ്പെരിമെൻ്റ് ആവില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധ്യതകളെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? അപ്പം നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് മോർ ദാൻ വൺ റിസൾട്ട്. ആ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് ആ ഒരു എക്സ്പെരിമെൻറ്റിന്, നമ്മളൊരു എക്സ്പെരിമെൻ്റ് എപ്പോഴാണ് റാൻഡം എക്സ്പെരിമെൻ്റ് ആവാന്ന് പറഞ്ഞത്? അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റിന് ഒന്നിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവണം. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വി കനോട്ട് പ്രെഡിക്റ്റ് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. വി കനോട്ട് പ്രെഡിക്റ്റ് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. അതായത് നമുക്ക് ഏത് റിസൾട്ട് ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഈ ഒന്നിൽ കൂടുതലുള്ള റിസൾട്ട് ഏത് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് ആദ്യമേ, അതായത് വി കനോട്ട് പ്രെഡിക്റ്റ് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. നേരത്തെ, അതായത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഏത് റിസൾട്ടാണ് കിട്ടുകയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ക്ലിയർ? അങ്ങനത്തെ എക്സ്പെരിമെൻറ്റിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എഴുതി വെക്കാം, ഒരു എക്സ്പെരിമെൻ്റ് എപ്പോഴാണ് റാൻഡം എക്സ്പെരിമെൻ്റ് ആവുക? An experiment is said to be a random experiment if it satisfies the following two conditions. Okay. An experiment is said to be a random experiment if it satisfies the following two conditions. First condition is it has more than one possible results. It has more than one possible result. Second condition, we cannot predict the result in advance. We cannot predict the result in advance. We cannot predict the result in advance. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. എക്സാമ്പിൾ നമ്മൾ എടുക്കാം. എക്സാമ്പിൾ ഏതൊക്കെയാ? ഫോർ എക്സാമ്പിൾ റാൻഡം എക്സ്പെരിമെൻറ്റിലെ എക്സാമ്പിൾ ഏതൊക്കെയാ? ടോസിങ് എ കോയിൻ. ശ്രദ്ധിക്കട്ടോ, ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. ആണോ? ആലോചിച്ച് നോക്കുക. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതിന് ഒന്നിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടോ? ഉണ്ട്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിന് ഹെഡ് വരാം, ടെയിൽ വരാം. ഒന്നിൽ കൂടുതൽ റിസൾട്ട് ഉണ്ട്. അവിടെ രണ്ട് റിസൾട്ടാണുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ ഏതാ കിട്ടുക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. ഹെഡ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ചാൻസ് നമുക്ക് എടുക്കാം. അതായത് ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം എന്ന് നമ്മൾ പറയാണ്. അതിന് പക്ഷെ നമുക്ക് എന്ത് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഒരു ടോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. വി കനോട്ട് പ്രെഡിക്റ്റ് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു ടോസിങ് എ കോയിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ത്രോയിങ് എ ഡൈ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അപ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പെരിമെൻ്റ്, ഒരു ഡൈ ത്രോ ചെയ്യുക എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റും എന്ത് തന്നെയാണ്? റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. കാരണം അതിൽ ഒന്നിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടോ? ഉണ്ട്. അവിടെ എത്ര റിസൾട്ട് ഉണ്ട്? 6 റിസൾട്ട് ഉണ്ട്. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. 6 റിസൾട്ട് ഉണ്ട്. ഇനി ആ ഡൈ ത്രോ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ അതിലേതാ കിട്ടുക എന്നുള്ളത്? ഇല്ല. വി കനോട്ട് പ്രെഡിക്റ്റ് ദ റിസൾട്ട് ഇൻ അഡ്വാൻസ്. സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ത്രോയിങ് എ ഡൈ ഈസ് എ റാൻഡം എക്സ്പെരിമെൻ്റ്. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്ലേയിങ് കാർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊരു പ്ലേയിങ് കാർഡ്സ് 52 പ്ലേയിങ് കാർഡ്സ് എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിൽ നിന്നൊരു കാർഡ് എടുക്കുമ്പോൾ ആ ഒരു കാർഡ് എടുക്കുക എന്ന് പറയുന്നത്, നല്ലോണം ശ്രദ്ധിക്കട്ടോ, അതിൽ നിന്ന് ആ 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുക്കുക എന്ന് പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. കാരണം ആ ഒരു കാർഡ് നമ്മൾ എടുക്കുമ്പോൾ അതിന് എത്ര റിസൾട്ട് പോസിബിൾ ആണ്?
52 റിസൾട്ട് പോസിബിൾ ആണ്. ഈ 82 കാർഡും ഡിഫറെൻറ്റ് കാർഡ്സ് അല്ലേ? അതെ, ഈ നമുക്കറിയാം എയ്സ് 4 ഉണ്ടാവും, പക്ഷെ ആ എയ്സ് 4 4 സിമ്പിളാണ് ഉണ്ടാവുക, ശരിയല്ലേ? ഒന്നിൽ സ്പെയ്ഡ് ആയിരിക്കാം, ഒന്നിൽ ക്ലബ്സ് ആയിരിക്കാം, ഒന്നിൽ ഡയമണ്ട് ആയിരിക്കാം, ഹേർട്ട് ആയിരിക്കാം. ക്ലിയർ? അപ്പോൾ ഓരോ കാർഡും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി എന്ന് പറയണത്, ആ ഒരു കാർഡ് എടുക്കുമ്പോൾ ഉള്ള പോസിബിലിറ്റി എന്ന് പറയണത്, അവിടെ എത്ര റിസൾട്ട് പോസിബിളാണ്? 52 റിസൾട്ട് പോസിബിളാണ്. അതിലേതെങ്കിലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് നമ്മൾ പറയണത്. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ് ഔട്ട്കം? അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഔട്ട്കം നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ്. ദാറ്റ് ഈസ് the result of a random experiment is called outcome. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് ഉണ്ട്? 2 ഔട്ട്കംസ് ഉണ്ട്. ഹെഡ് എന്ന് പറയുന്ന ഒരു ഔട്ട്കമാണ്, ടെയിൽ എന്ന് പറയുന്നത് ഒരു ഔട്ട്കമാണ്. ക്ലിയർ? അപ്പോൾ ആ റിസൾട്ടിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഔട്ട്കം എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ദ റിസൾട്ട്, അപ്പോൾ എഴുതാം ഔട്ട്കം എന്താണ്? ദ റിസൾട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് ഔട്ട്കം. ക്ലിയർ? ഇനി മൂന്നാമത്തത് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. The set of all possible outcomes of a random experiment is called sample space. അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൻ്റെയും സെറ്റിനെയാണ് എന്ത് പറയുക? സാമ്പിൾ സ്പേസ് എന്ന് പറയാം. അപ്പോൾ നമ്മളെ അപ്പോൾ ഔട്ട്കം നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ സാമ്പിൾ സ്പേസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ക്യാപിറ്റൽ എസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കട്ടോ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ റാൻഡം എക്സ്പെരിമെൻ്റ് ഏതൊക്കെയായിരിക്കും? ഹെഡ് വരാം, ടെയിൽ വരാം, അതിൻ്റെ സെറ്റിനെ നമ്മൾ ഇങ്ങനെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹെഡ് ടെയിൽ ഇതാണ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ്, റിസൾട്ട്സ് ഏതൊക്കെയാണ്? ഹെഡ് എന്ന് പറയുന്ന ഒരു ഔട്ട്കമാണ്, ടെയിൽ എന്ന് പറയുന്ന ഒരു വേറൊരു ഔട്ട്കമാണ്. അപ്പോൾ ഈ 2 ഔട്ട്കംസിൻ്റെയും സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് നമ്മൾ പറയാം. ക്ലിയർ? ഇനി നമ്മളൊരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ്, അവിടെ എത്ര പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അപ്പോൾ 6 ഔട്ട്കംസ് അവിടെ പോസിബിൾ ആണ്. ഈ 6 ഔട്ട്കംസിൻ്റെയും സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് നമ്മൾ പറയാം. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ എസ്. ദാറ്റ് ഈസ് ദ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സാമ്പിൾ സ്പേസ് ഈസ് ദി set of all possible outcomes of a random experiment. The set of all possible outcomes of a random experiment is called sample space. ക്ലിയർ അല്ലേ? ഈ സാമ്പിൾ സ്പേസിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ പോയിന്റ് എന്നാണ് നമ്മൾ പറയുക. ഈ സാമ്പിൾ സ്പേസിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ പോയിന്റ്. ദ എലമെന്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് സാമ്പിൾ പോയിന്റ്. അത് ഞാൻ ആദ്യം പറഞ്ഞ സാമ്പിൾ പോയിന്റ് നമ്മൾ പ്രത്യേകിച്ച് വേറെ പറയേണ്ട ആവശ്യമില്ല. ആക്ച്വലി സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്കം തന്നെയാണ്, ശരിയല്ലേ? അതായത് ഇവിടെ ഈ ഒരു സാമ്പിൾ സ്പേസിലുള്ള ഓരോ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ പോയിന്റ് ആണ്, ടെയിൽ എന്ന് പറയുന്ന ഒരു സാമ്പിൾ പോയിന്റ് ആണ്. ഇത് തന്നെയാണ് എന്ത്? ഔട്ട്കംസും. ക്ലിയർ? അപ്പം നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ളത് നല്ലോണം ശ്രദ്ധിക്കണേ. റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്, ഔട്ട്കം എന്താണ്, സാമ്പിൾ സ്പേസ് എന്താണ്, സാമ്പിൾ പോയിന്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്, എന്താണ് ഔട്ട്കം, എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് സാമ്പിൾ പോയിന്റ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, ഒരിക്കലും നമ്മളോട് എക്സാമിന് ചോദിക്കൂല റാൻഡം എക്സ്പെരിമെൻറ്റ് വാട്ട് യു മീൻ ബൈ എ റാൻഡം എക്സ്പെരിമെൻറ്റ്, വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്, എക്സ്പ്ലെയിൻ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മാത്സിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണെങ്കിൽ കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് എന്ന് നമ്മളോട് പറയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാവണം എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് മനസ്സിലായ ഒരു കുട്ടിക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഇനി നമ്മൾ തുടർന്ന് അങ്ങോട്ട് ഓരോന്ന് പഠിക്കുമ്പോൾ ആൻ ഔട്ട്കം എന്ന് പറയുന്നത് അല്ലെ സാമ്പിൾ സ്പേസ് റൈറ്റ് ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഓഫ് എന്ന് പറഞ്ഞാണ്ട് ഒരു എക്സ്പെരിമെന്റ് നമുക്ക് തരികയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്നും എന്താണ് അതിൻ്റെ ഔട്ട്കം എന്നുള്ളതും എന്താണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്നുള്ളത് കറക്റ്റായിട്ട് കൺസെപ്റ്റ് മനസ്സിലായ ഒരു കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോൾ +1 പഠിക്കുന്നുണ്ട്, +2 പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എവിടേക്ക് ഇനി സാമ്പിൾ സ്പേസ് കാണുമ്പോൾ ഇനി അവിടെ എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യൂല ഇനി. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് ഇനി എവിടെ കാണുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് നമ്മൾ പഠിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം 2 coins, a 1 rupee coin and a 2 rupee coin are tossed once. Find the sample space. നല്ലോണം ശ്രദ്ധിക്കുക. 2 coins, a 1 rupee coin and a 2 rupee coin are tossed once. Find the sample space. അപ്പോൾ 2 കോയിൻസ്, ആ 2 കോയിൻസ് എന്ന് പറയുന്നത് ആ 2 സെപ്പറേറ്റ് കോയിൻസ് ആണെന്നാണ്. അതായത് അതാണ് ഈ ബ്രാക്കറ്റിൽ വന്നിട്ടുള്ളത്. അതായത് ഒന്ന് 1 rupee കോയിനാണ്, ഒരു 2 rupee കോയിൻ. ആ 2 കോയിൻസും എത്ര പ്രാവശ്യം ടോസ് ചെയ്യാൻ? ആ ടോസ്ഡ് വൺസ്, ഒരു പ്രാവശ്യം ടോസ് ചെയ്യണം. 2 കോയിനും ഒരു പ്രാവശ്യം ടോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സാമ്പിൾ സ്പേസ് എന്നുള്ളതാണ്. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കണേ. അപ്പോൾ സാമ്പിൾ സ്പേസ് എങ്ങനെയൊക്കെ വരാം? അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിബിലിറ്റി എന്താണ്? ഹെഡ് ആവാം, ടെയിൽ ആവാം. ശരിയല്ലേ? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് ഹെഡ് ആവാം, ടെയിൽ ആവാം. ക്ലിയർ? അപ്പോൾ ഇവിടെ 2 കോയിന് ഒരു പ്രാവശ്യം ടോസ് ചെയ്യണം. നല്ലോണം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എങ്ങനെയായിരിക്കും? നമുക്ക് ഫസ്റ്റത്തെ കോയിന് ഹെഡ് ആവാം, രണ്ടാമത്തതും ഹെഡ് ആവാം. ശരിയല്ലേ? അതാണ് HH. ഫസ്റ്റത്തെ കോയിന് ഹെഡ് ആവാം, രണ്ടാമത്തതും ഹെഡ് ആവാം. ഈ ഒരു പോസിബിലിറ്റി വന്നൂടെ? ഇനി ഫസ്റ്റത്തെ കോയിന് ഹെഡ് ആവാം, രണ്ടാമത്തത് ടെയിൽ ആവാം, HT. ക്ലിയർ അല്ലേ? അതായത് ഫസ്റ്റത്തത് ഹെഡ് ആവാം, രണ്ടാമത്തത് ടെയിൽ ആവാം. ഇനി ഫസ്റ്റത്തെ കോയിന് ടെയിൽ ആവാം, രണ്ടാമത്തത് ഹെഡ് ആവാം, ദാറ്റ് ഈസ് TH. ഇനി ഫസ്റ്റത്തത് ടെയിൽ ആവാം, രണ്ടാമത്തതും ടെയിൽ ആവാം. ഇത്രയും പോസിബിലിറ്റി അല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. 2 കോയിന് ടോസ് ചെയ്യാണ്. അപ്പോൾ ഒരു കോയിന് ഹെഡ് ആവാം, ടെയിൽ ആവാം. അപ്പോൾ ഫസ്റ്റത്തെ കോയിന് ഹെഡ് ആവാനും ടെയിൽ ആവാനുള്ള സാധ്യത ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ അവിടെ മനസ്സിലാക്കുക, ഇവിടെ ഹെഡ് ആവാം, ഫസ്റ്റത്തെ കോയിന് ഹെഡ് ആവാം, രണ്ടാമത്തെ കോയിന് ഹെഡ് ആവാം. ഫസ്റ്റത്തെ കോയിന് ഹെഡ് ആവാം, രണ്ടാമത്തെ കോയിന് ടെയിൽ ആവാം. ഫസ്റ്റത്തെ കോയിന് ടെയിൽ ആവാം, രണ്ടാമത്തെ കോയിന് ഹെഡ് ആവാം. ഫസ്റ്റത്തെ കോയിന് ടെയിൽ ആവാം, രണ്ടാമത്തെ കോയിനും ടെയിൽ ആവാം. ഇത്രയും പോസിബിലിറ്റി ആണുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മളൊരു സെറ്റ് ആക്കിയിട്ട് എഴുതുന്നതാണ് ദാറ്റ് ഈസ് ദി സാമ്പിൾ സ്പേസ്. അപ്പോൾ ഈ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇവിടെ ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടെ പറയണം. നല്ലോണം ശ്രദ്ധിക്കട്ടോ. ലിസൺ. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ ഇവിടെ പറയുന്നത് 2 കോയിന് ഒരു പ്രാവശ്യം ടോസ് ചെയ്താൽ കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണ്. 2 കോയിന് ഒരു പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണ്. 2 കോയിന് ഒരു പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണ്. ഇനി ഒരു കോയിൻ, ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാണ്. ടോസിങ് എ കോയിൻ ട്വൈസ്. ഒരു കോയിന് 2 പ്രാവശ്യം ടോസ് ചെയ്യാം. ഒരു കോയിന് 2 പ്രാവശ്യം ടോസ് ചെയ്യുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്ത് നോക്കിയേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കോയിന് 2 പ്രാവശ്യം ടോസ് ചെയ്യാൻ, ആദ്യം ഒരു കോയിന് ടോസ് ചെയ്യുന്നു, ഹെഡോ ടെയിലോ കിട്ടും. ശരിയല്ലേ? പിന്നെ രണ്ടാമതും കോയിന് ടോസ് ചെയ്യുന്നു, അപ്പോൾ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടാം, പിന്നെ രണ്ടാമത്തത് ഹെഡ് കിട്ടാം, രണ്ടാമത് ടോസ് ചെയ്തപ്പോഴും. ഇനി ആദ്യം ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടാം, രണ്ടാമത്തത് ടെയിൽ കിട്ടാം ടോസ് ചെയ്യുമ്പോൾ. ഇനി ആദ്യം ടോസ് ചെയ്തപ്പോൾ ടെയിൽ കിട്ടാം, രണ്ടാമത് ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടാം. ഇനി ആദ്യം ടോസ് ചെയ്തപ്പോഴും രണ്ടാമത് ടോസ് ചെയ്തപ്പോഴും ടെയിൽ കിട്ടാം. ക്ലിയർ? അതിൻ്റെ ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. HH, HT, TH, TT. ക്ലിയർ? അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കോയിന് 2 പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസും 2 കോയിന് ഒരു പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സാമ്പിൾ സ്പേസ് എഴുതുക. ഓക്കെ.
Okay, listen. Next problem. Find the sample space associated with the experiment of rolling a pair of dice once. Also find the number of elements of this sample space. Find the sample space associated with the experiment of rolling a pair of dice once. Also find the number of elements of this sample space. ശ്രദ്ധിക്കുക. Listen. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോയിൻ രണ്ട് കോയിന് ഒരു പ്രാവശ്യം ടോസ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ ഒരു പെയർ ഓഫ് ഡൈസ്, ദാറ്റ് മീൻസ് രണ്ട് ഡൈ അല്ലേ, പെയർ ഓഫ് ഡൈസ് എന്ന് പറഞ്ഞാൽ 2 ഡൈസ്. ക്ലിയർ? അപ്പോൾ 2 ഡൈ എന്ത് ചെയ്യാണ്? റോൾ ചെയ്യാണ്. വൺസ്, ഒരു പ്രാവശ്യമാണ് റോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ത്രോ ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് ഉണ്ടാവും? 6 ഔട്ട്കംസ് ഉണ്ടാവും. 1 2 3 4 5 6 വരെ വരാം. ഇനി അപ്പം ഒരു പെയർ ഓഫ് ഡൈസ്, 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? പോസിബിൾ ആയിട്ടുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ, സെറ്റ് ഓഫ്. ശ്രദ്ധിക്കുക. അപ്പം ആദ്യത്തത് 1 വരാം. ആദ്യത്തെ എലമെന്റ്, അതായത് ആദ്യത്തെ ഡൈ ത്രോ ചെയ്യുമ്പോൾ പോസിബിലിറ്റിയാണ് പറയുന്നത്, 1 വരാം. ഈ 1 വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തത് വരുന്ന എത്ര പോസിബിൾ ഉണ്ടാവും? അതായത് ഓരോ ഡൈയിനും 1 വരാം, 2 3 4 5 6 അത്ര പോസിബിലിറ്റി ഇല്ലേ? അപ്പോൾ ആദ്യത്തത് 1 വരിക എന്നൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തത് 1 വരാം, രണ്ടാമത്തത് 2 വരാം, രണ്ടാമത്തത് 3 വരാം, രണ്ടാമത്തത് 4 വരാം, രണ്ടാമത്തത് 5 വരാം, രണ്ടാമത്തത് 6 വരാം. ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ അടുത്തത് ഇപ്പം നമ്മൾ ആദ്യത്തത് 1 വരികയാണെങ്കിൽ ഉള്ള പോസിബിലിറ്റിയാണ്. ഇനി ആദ്യത്തത് 2 വരികയാണെങ്കിലുള്ള പോസിബിലിറ്റി രണ്ടാമത്തത് 1 വരാം, രണ്ടാമത്തത് 2 വരാം, രണ്ടാമത്തത് 3 വരാം, രണ്ടാമത്തത് 4 വരാം, രണ്ടാമത്തത് 5 വരാം, രണ്ടാമത്തത് 6 വരാം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 3 1 3 2 3 3 3 4 3 5 3 6. ഇനി അടുത്തത് 4 1 4 2 4 3 4 4 4 5 4 6. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് 5 1 5 2 5 3 5 4 5 5 5 6. ക്ലിയർ? ഇനി അടുത്ത് അതേപോലെ 6 1 6 2 6 3 6 4 6 5 6 6. ക്ലിയർ? ഇത്രയും പോസിബിലിറ്റി ആണുള്ളത്. അതായത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതാ ഇങ്ങനെയൊക്കെ വരാം. അതായത് ആദ്യത്തത് 4 വരാം, രണ്ടാമത്തെ 3 വരാം, ആദ്യത്തത് 2 വരാം, രണ്ടാമത്തെ 4 വരാം, ആദ്യത്തെ 3 വരാം, രണ്ടാമത്തെ 5 വരാം, ആദ്യത്തത് 6 വരാം, രണ്ടാമത്തെ 3 വരാം. അങ്ങനെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്തു? പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കംസും നമ്മൾ എഴുതി അതൊരു സെറ്റ് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് ദ സാമ്പിൾ സ്പേസ്. ദാറ്റ് മീൻസ് the set of all possible outcomes of a random experiment is called the sample space. ക്ലിയർ? അപ്പം നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതിയിട്ടോ. ഇനി ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എലമെന്റ്സ് ഉണ്ടാവും? ഒറ്റ റോയിൽ, ഈ ഒരു റോയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റോ ആക്കിയിട്ട് എഴുതണമെന്നില്ല കേട്ടോ. ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റ് ഒരു എന്താ പറയുക, ഒറ്റ എലമെന്റ് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത്, അപ്പോൾ ഇവിടെ മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരു റോയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 6 എലമെന്റ്സ് ഉണ്ടാവും. അങ്ങനെ എത്ര റോ ഉണ്ട്? 6 റോ ഉണ്ട്. Then we can say that the total number of elements, therefore the number of elements equal to 36. The number of elements equal to 36. Clear? Okay, അപ്പോൾ ഇതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഒരു കോയിന് ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്താണ്?
എച്ച് കോമ ടി. ഒരു കോയിന് ടോസ് ചെയ്യാണ്. ഇനി 2 കോയിന് ടോസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്താണ്? എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി. ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. ശരിയല്ലേ? ഇത് 2 കോയിന് ടോസ് ചെയ്യുക എന്ന് പറയുമ്പോഴും ഒരു കോയിന് 2 പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ് സാമ്പിൾ സ്പേസ്. ക്ലിയർ അല്ലേ? ഇനി 3 കോയിന് ടോസ് ചെയ്യാന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കട്ടോ, 3 കോയിന് ടോസ് ചെയ്യാണ്. 3 കോയിന് ടോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് നോക്കിട്ടോ. എന്താണ്ടാവുക? 3 ഹെഡ് ആവാം. ക്ലിയർ? അതായത് ഇതിന്റെ അറേഞ്ച്മെന്റ് നോക്കിയാൽ മതി. ശരിയല്ലേ? ഇത് എച്ചും ടിയും എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. ആദ്യം 3 ഹെഡ് ആവാം. ഇനി 2 ഹെഡും ഒന്ന് ടെയിലെന്ന് പറയുമ്പോൾ ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 2 ടെയിലും 1 ഹെഡും എന്ന് പറയുമ്പോൾ എന്ത് വരും? എച്ച് ടി ടി വരാം, ടി എച്ച് ടി വരാം, ടി ടി എച്ച് വരാം. ക്ലിയർ അല്ലേ? ഇനി 3 ടെയിൽ വരിക എന്ന് പറയുമ്പോൾ ടി ടി ടി. ഇത്രയും പോസിബിലിറ്റി അവിടെ നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതേപോലെ നമ്മളിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ, നല്ലോണം ശ്രദ്ധിക്കുക. അപ്പൊ എസ് ഈക്വൽ ടു എച്ച് കോമ ടി, എസ് ഈക്വൽ ടു എച്ച് എച്ച്. ഇത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ, ഇത് 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ, ഇത് 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യാന്ന് പറയുമ്പോഴും 2 കോയിൻ 1 പ്രാവശ്യം ടോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. 3 കോയിൻ ടോസ് ചെയ്യുക എന്ന് പറയുമ്പോഴും 3 കോയിൻ 1 പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് പറയുമ്പോഴും 1 കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് സാമ്പിൾ സ്പേസ്. ഇതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് തമ്മിലൊരു ബന്ധമുണ്ട്. ഇത് ഒരു കോയിൻ ടോസ് ചെയ്യുക അല്ലെങ്കിൽ, ശ്രദ്ധിക്കട്ടോ, ഇത് ഒരു കോയിൻ ടോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോയിൻ 1 പ്രാവശ്യം ടോസ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് 2 ആണ്. ഇത് 2 കോയിൻ ടോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് പറയുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് 4 ആണ്. ഇത് ഒരു കോയിൻ ടോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുക അല്ലെങ്കിൽ 3 കോയിൻ 1 പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് 8 ആണ്. ഇനി അടുത്ത 4 പ്രാവശ്യം കോയിന് ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 16 ആയിരിക്കും നമ്പർ ഓഫ് എലമെന്റ്സ്. ഇത് തമ്മിൽ എന്താ ബന്ധം? ഈ 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു 1. ഈ 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. ഇനി 8 എന്ന് പറയുന്നത് 2 ക്യൂബ് ആണ്. 16 എന്ന് പറയുന്നത് 2 റേസ് ടു 4 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഒരു കോയിന്, ശ്രദ്ധിക്കട്ടോ, നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കോയിന് n ടൈംസ് ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, ഒരു കോയിന് n ടൈംസ് ടോസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ഈസ് 2 റേസ് ടു n. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4 കോയിന് നമ്മൾ ടോസ് ചെയ്യണമെന്ന് പറയണം. ഓക്കെ, 4 കോയിന് ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കട്ടോ, 4 കോയിന് ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ 2 റേസ് ടു 4 ദാറ്റ് ഈസ് 16 നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതിയത് ശരിയാണോ, എല്ലാ എലമെന്റ്സും ഇതിനകത്ത് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അത് എണ്ണി നോക്കുക. 16 ഉണ്ട് എന്നുണ്ടെങ്കിൽ ശരിയാണ്. ഇപ്പോൾ ഇവിടെ ഈ 8 എഴുതിയാൽ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം 1 2 3 4 5 6 7 8 എണ്ണി നോക്കി 8 ഉള്ളത്. അപ്പോൾ ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോൾ ഒരു എലമെന്റ് നമ്മൾ മിസ്സായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സാമ്പിൾ സ്പേസ് ഓഫ് എ tossing a coin n times or tossing n coins once. ഇതിന്റെ രണ്ടിന്റെ കേസിലും, അതായത് ഒരു കോയിൻ n ടൈംസ് ടോസ് ചെയ്യുക എന്ന് പറയുമ്പോഴും n കോയിൻസ് ഒരു പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് പറയുമ്പോഴും ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ഈസ് 2 റേസ് ടു n. അതൊരു നോട്ടാക്കിയിട്ട് എഴുതി വെക്കട്ടോ, നോട്ടാക്കിയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇനി ഇതേപോലെ ശ്രദ്ധിക്കട്ടോ, ഇതേപോലെ നമുക്ക് ഡൈ ത്രോ ചെയ്യുന്നതും പറയാട്ടോ. എങ്ങനെ നമ്മൾ ഡൈ ത്രോ ചെയ്യുന്നത് നമ്മൾ പറയാ? ഡൈ ഒരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒരു പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 2 പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ 2 ഡൈ ഒരു പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് പറയാം. അപ്പോൾ ശ്രദ്ധിക്കട്ടോ, ഒരു കോയിൻ ടോസ്, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് 1 2 3 4 5 6. ഇനി 2 പ്രാവശ്യം ടോസ് ചെയ്യുകയാണെങ്കിലുള്ള എലമെന്റ്സ് 1 1 അപ് ടു 1 6 വരെ വരും. ഇനി 2 1 അപ് ടു
2 6 വരെ വരും, ശരിയല്ലേ? ഇനി ഈ 1 1 ഇതിങ്ങനെ വന്നിട്ട് എവിടെ വരെ വരും? 6 1 വരെ വരും. ഇതിങ്ങനെ പോയിട്ട് എവിടെ വരെ എത്തും? 6 6 വരെ എത്തും. ക്ലിയർ അല്ല? അതായത് മൊത്തം നമ്മൾ തൊട്ട് മുമ്പ് എഴുതി 36 എലമെന്റ്സ് എഴുതി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കട്ടാ, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 6 ആണ്. ഓക്കെ, ഒരു ഡൈ 2 പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 ഡൈ റോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് 36 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? 6 സ്ക്വയർ ആണ്. ഇത് 6⁻1 ആണ്. ക്ലിയർ? ഇനി ഒരു ഡൈ 3 പ്രാവശ്യം ടോസ് ഇതാക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് 3 പ്രാവശ്യം, നല്ലോണം ശ്രദ്ധിക്കുക, ഒരു ഡൈ 3 പ്രാവശ്യം നമ്മൾ ത്രോ ചെയ്യാണ്, അല്ലെങ്കിൽ 3 ഡൈ ഒരു പ്രാവശ്യം ത്രോ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആസ് 6 ക്യൂബ്. ക്ലിയർ? ഇങ്ങനെ നമുക്ക് എന്ത് പറയാം? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എലമെന്റ്സ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഡൈ, ശ്രദ്ധിക്കട്ടോ, ഒരു ഡൈ n ടൈംസ് ത്രോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ n ഡൈസ് വൺസ് ഒരു പ്രാവശ്യം റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ഈസ് 6⁻n. ഇതും നോട്ടാക്കിയിട്ട് നമ്മൾ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ഡൈ n ടൈംസ് റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ n ഡൈസ് വൺസ് ഒരു പ്രാവശ്യം റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can say that നമ്മൾ ശ്രദ്ധിക്കട്ടെ, എങ്ങനെയാണ്? ഒരു ഡൈ n ടൈംസ് റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ n ഡൈസ് ഒരു പ്രാവശ്യം റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ഈസ് 6⁻n. ഓക്കെ, ഒരു പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ 6 ആയിരിക്കും, 2 പ്രാവശ്യം ആണെങ്കിൽ 36 ആയിരിക്കും, അങ്ങനെ പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാന്ന് പറയുമ്പോൾ 2⁻n ആണ്, ഡൈ ത്രോ ചെയ്യാന്ന് പറയുമ്പോൾ 6⁻n പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ലിസൺ. നെക്സ്റ്റ് പ്രോബ്ലം. എ കോയിൻ ടോസ്ഡ്. If it shows head, we draw a ball from a bag consisting of 3 blue and 4 white balls. If it shows tail, we throw a die. Describe the sample space of this experiment. Simple question ആണ്. A coin tossed. If it shows head, we draw a ball from a bag consisting of 3 blue and 4 white balls. If it shows tail, we throw a die. Describe the sample space of this experiment. എന്താ ചെയ്യുന്നത് നോക്കിയേ. ആദ്യം ഒരു കോയിന് ടോസ് ചെയ്യാണ്. ആ കോയിന് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബാഗിൽ നിന്ന് നമ്മൾ എന്തെടുക്കും? ഒരു ബോൾ എടുക്കും. ഡ്രോ എ ബോൾ ഫ്രം എ ബാഗ്. ആ ബാഗിനകത്ത് എത്ര ബോൾ ഉണ്ട്? 3 ബ്ലൂ ബോൾസ് ഉണ്ട്, 4 വൈറ്റ് ബോൾസ് ഉണ്ട്. ആ 3 ബ്ലൂ ബോൾസും 4 വൈറ്റ് ബോൾസും ഉള്ള ബാഗിൽ നിന്ന് ഒരു ബോൾ എടുക്കും, കിട്ടുന്നത് ഹെഡ് ആണെന്നുണ്ടെങ്കിൽ. ഇനി കിട്ടുന്ന ടെയിൽ ആണെങ്കിലോ, ഇഫ് ഇറ്റ് ഷോസ് ടെയിൽ, വി ത്രോ എ ഡൈ. ടെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡൈ ഉണ്ട് അവിടെ, അത് എടുത്ത് ത്രോ ചെയ്യുകയും ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ശ്രദ്ധിക്കട്ടാ. അപ്പോൾ നമ്മളൊരു ബാഗ് ഉണ്ട്, ഇതാണ് ബാഗ്. ശ്രദ്ധിക്കുക, ഇതാണ് ബാഗ്. ഈ ബാഗിനകത്ത് 3 ബ്ലൂ ബോൾസ് ഉണ്ട്, 4 വൈറ്റ് ബോൾസ് ഉണ്ട്, ശരിയല്ലേ? ഈ 3 ബ്ലൂ ബോൾസിനെ ഞാൻ B1 B2 B3 എന്ന് എഴുതാണ്. 4 വൈറ്റ് ബോൾസിനെ W1 W2 W3 W4 എന്ന് എഴുതാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടാ. ഇനി ഞാൻ സാമ്പിൾ സ്പേസ് ചെയ്താൽ പോണേ. സാമ്പിൾ സ്പേസ് S = ഞാൻ ആദ്യം കോയിന് ടോസ് ചെയ്യുന്നു. കോയിന് ടോസ് ചെയ്തപ്പം അപ്പം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണ്? എനിക്ക് ഹെഡ് കിട്ടിയെന്ന് വിചാരിക്കുക. ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഈ ബാഗിൽ നിന്നൊരു ബോൾ എടുക്കും. ഈ ബാഗിൽ നിന്നൊരു ബോൾ എടുക്കുമ്പോൾ അത് B1 ആവാം, B2 ആവാം, B3 ആവാം, W1 ആവാം, W2 ആവാം, W3 ആവാം, W4 ആവാം. ഇതൊക്കെ അതിനുള്ള പോസിബിൾ ആയിട്ടുള്ള തന്നെയല്ലേ? ശരിയല്ലേ? അപ്പം ഞാൻ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബോൾ എടുത്തപ്പോൾ അത് B1 ആവാം. ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബോൾ എടുത്ത് B2 ആവാം. ഹെഡ് കിട്ടി ബോൾ എടുത്തപ്പം B3 ആവാം. ഹെഡ് കിട്ടി ബോൾ എടുത്തപ്പം വൈറ്റ് ബോൾ ആവാം, 1 ആവാം. ദെൻ ഹെഡ് കിട്ടി വൈറ്റ് ബോൾ 2 ആവാം. ഹെഡ് കിട്ടി വൈറ്റ് ബോൾ 3 ആവാം. ഹെഡ് കിട്ടി വൈറ്റ് ബോൾ 4 ആവാം.
അപ്പോൾ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പോസിബിലിറ്റി ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പോസിബിലിറ്റി അല്ലേ ഉള്ളൂ, എഴുതി കഴിഞ്ഞു. ഇനി ടെയില് കിട്ടിക്കഴിഞ്ഞാലോ? ടെയില് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ഡൈ ത്രോ ചെയ്യാന്നാണ് പറഞ്ഞത്. ക്ലിയർ? ആ ഡൈ ത്രോ ചെയ്യുമ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട്? 6 പോസിബിലിറ്റി ഉണ്ട്, ശരിയല്ലേ? അപ്പം എനിക്ക് ടെയില് കിട്ടിയിട്ടോ. ടെയില് കിട്ടിയപ്പോൾ ഞാൻ ഡൈ ത്രോ ചെയ്തപ്പോൾ എനിക്ക് 1 ആവാം, ഡൈ ത്രോ ചെയ്തപ്പോൾ 2 ആവാം, ഡൈ ത്രോ ചെയ്തപ്പോൾ 3 ആവാം, ഡൈ ത്രോ ചെയ്തപ്പോൾ 4 ആവാം, ഡൈ ത്രോ ചെയ്തപ്പോൾ 5 ആവാം, ഡൈ ത്രോ ചെയ്തപ്പോൾ 6 ആവാം. ഇത്രയും പോസിബിലിറ്റി അല്ലേ എനിക്കുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ബോൾ എടുക്കും. അപ്പോൾ അത് ബോൾ B1 ആവാം, B2 ആവാം, B3 ആവാം, W1 ആവാം, W2 ആവാം, W3 ആവാം, W4 ആവാം. ഇനി ടെയില് കിട്ടിക്കഴിഞ്ഞാലോ നമ്മളൊരു ഡൈ ത്രോ ചെയ്യാണ്. ആ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1 മുതൽ 6 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. അപ്പോൾ T1 ആവാം, T2 ആവാം, T3 ആവാം, T4 ആവാം, T5 ആവാം, T6 ആവാം. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ലിസൺ, നെക്സ്റ്റ് പ്രോബ്ലം. എ കോയിൻ ഈസ് ടോസ്ഡ് ആൻഡ് ദെൻ എ ഡൈ ഈസ് റോൾഡ് ഓൺലി ഇൻ കേസ് എ ഹെഡ് ഈസ് ഷോൺ ഓൺ ദി കോയിൻ. Find the sample space. A coin is tossed and then a die is rolled only in case a head is shown on the coin. Find the sample space. That is the question. Question നന്നായിട്ട് മനസ്സിലാക്കുക. എന്താ ചെയ്യുന്നത്? ഒരു കോയിൻ ടോസ് ചെയ്യാണ് and a die is rolled only in case a head is shown on the coin. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ആ കോയിനിൽ നമുക്ക് ഹെഡ് കിട്ടിയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡൈ ത്രോ ചെയ്യുന്നു. ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡൈ ത്രോ ചെയ്യുന്നു, ടെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യൂല. ഒന്നും ചെയ്യുന്ന പ്രത്യേകിച്ച് ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടിയാൽ മാത്രം ഒരു ഡൈ ത്രോ ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയായിരിക്കും സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, സാമ്പിൾ സ്പേസ് S=2. ശ്രദ്ധിക്കുക, അപ്പം നമുക്ക് ഹെഡ് കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 പോസിബിലിറ്റി ഉള്ളത്, ഹെഡ് ആവാം, ടെയിൽ ആവാം, ശരിയല്ലേ? ഈ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഡൈ ത്രോ ചെയ്യുന്നു. ആ ഡൈ ത്രോ ചെയ്യുമ്പോൾ ഏതൊക്കെയാവാം? 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. അപ്പോൾ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 ആവാം, ഡൈ ത്രോ ചെയ്യുമ്പോൾ 2 ആവാം, ഡൈ ത്രോ ചെയ്യുമ്പോൾ 3 ആവാം, ഡൈ ത്രോ ചെയ്യുമ്പോൾ 4 ആവാം, ഡൈ ത്രോ ചെയ്യുമ്പോൾ 5 ആവാം, ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 ആവാം. ക്ലിയർ? അപ്പോൾ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. ഇനി ടെയിലാണ് കിട്ടണമെന്നുണ്ടെങ്കിലോ ഒന്നും ചെയ്യണില്ലല്ലോ, അപ്പോൾ T, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ടെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, അപ്പോൾ T. അപ്പോൾ അവിടെ ഒരു ടെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ, അല്ലേ? അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ആവാം, ടെയിൽ ആവാം. ക്ലിയർ? ഹെഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഡൈ ത്രോ ചെയ്യുമ്പോൾ ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. ഇനി അവിടെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയിൽ കിട്ടിയെന്ന് വിചാരിക്കുക, അപ്പോൾ ടെയിൽ T എന്ന് പറയുന്നൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. Okay, listen, next question. A coin is tossed 4 times. 4 പ്രാവശ്യം നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാണ്. Find the sample space. അപ്പോൾ 4 പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും സാമ്പിൾ സ്പേസിൽ? കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ n ടൈംസ് ടോസ് ചെയ്യുമ്പോൾ 2n അല്ലേ? അപ്പോൾ 4 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ 2⁴. ദാറ്റ് ഈസ് 16 എലമെന്റ്സ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക ആദ്യം. അപ്പോൾ ആ 16 എലമെന്റ്സ് ഞാൻ എഴുതാട്ടോ. ശ്രദ്ധിക്കേ, നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം സാമ്പിൾ സ്പേസ് S=, ഞാൻ ആദ്യം പറയുന്നത് 4 ഹെഡ് ആവാം, അതിനൊരൊറ്റ പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. 4 ഹെഡ് ആവാം, അതിനൊറ്റ പോസിബിലിറ്റി ഉള്ളൂ, H. ഈ ഒരു പോസിബിലിറ്റി ആണല്ലോ. 4 ഹെഡ് ആവാനുള്ള പോസിബിലിറ്റി H. ക്ലിയർ? ഇനി 3 ഹെഡും 1 ടെയിലും ആവാന്ന് പറയണം. അതിനുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? HT, അല്ലേ? അവസാനത്തെ ടെയിലാവാം. ഇനി അല്ലെങ്കിൽ HTH, ശരിയല്ലേ? ഇനി HTHH, ഇനി THH. ഈ പോസിബിലിറ്റി അല്ലേ ഉള്ളത്. 3 ഹെഡും 1 ടെയിലും ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പോസിബിലിറ്റി ആണുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നന്നായി ശ്രദ്ധിക്കട്ടോ. ഇനി അടുത്തത് 2 ഹെഡും 2 ടെയിലും ആവാം. ഇപ്പൊ 3 ഹെഡും 1 ടെയിൽ ആവാൻ എഴുതി. ഇനി അടുത്ത് 2 ഹെഡും 2 ടെയിലും ആവാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പോസിബിലിറ്റി ആവാം? HT വരാം. ഇനി TT ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ കണ്ടോ, ഈ T ആദ്യം ഞാനിവിടെ, പിന്നെ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് ഇട്ടു, പിന്നെ ഒന്നുകൂടി ഇങ്ങോട്ട് ഇട്ടു, പിന്നെ ഒന്നുകൂടി ഇങ്ങോട്ട് ഇട്ടു. അങ്ങനെയല്ലേ ഈ 4 കിട്ടിയത്. ഇനി അതേപോലെ നമ്മൾ ഈ എഴുതുന്ന രീതിയാണ് മനസ്സിലാക്കേണ്ടത്.
16 എലമെന്റ്സ് കിട്ടണം. അപ്പോൾ ഈ ടി ടി ഉള്ളതേ ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എച്ച് ടി ടി എച്ച് എന്ന് വരും. ഇനി ഒന്നും കൂടി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടി ടി എച്ച് എച്ച് എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി കഴിഞ്ഞോ? ഇല്ല. ഇനി വേറെയും പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ടി എച്ച് ടി എച്ച് ഇങ്ങനെ വന്നൂടെ? വരാലോ. ഇനി അതേപോലെ എച്ച് ടി എച്ച് ടി ഇങ്ങനെയും വന്നൂടെ? വരാലോ. ഇനി അടുത്തെന്ത് വരാം? ടി എച്ച് എച്ച് ടി ഇങ്ങനെയും വരാലോ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ? അപ്പൊ 2 ഹെഡും 2 ടെയിലും കഴിഞ്ഞു. ഇനി അടുത്തത് 1 ഹെഡും 3 ടെയിലും ആയാലോ? നമ്മൾ ആ ഓർഡറിൽ അങ്ങനെ പോയത് 1 ഹെഡും 3 ടെയിലും ആവാണെന്നുണ്ടെങ്കിൽ എച്ച് ടി 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 ഇങ്ങനെ വരാം. ഇനി ഈ എച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. എച്ച് അപ്പുറത്ത് കിട്ടു, ഒന്നും കൂടി അപ്പുറത്ത് കിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആയി, ഒന്നും കൂടി അപ്പുറത്ത് കിട്ടു കഴിഞ്ഞാൽ ടി 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 എച്ച് ആയി. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 4 ടെയിലാവാനുള്ള പോസിബിലിറ്റി എന്താണ്? ടി 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 ടി. ക്ലിയർ? ഇതേ രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ഏത് വാല്യൂസും നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഈ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എണ്ണിയൊക്കെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതിയ എല്ലാ എലമെന്റ്സും ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു എലമെന്റും മിസ്സായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ 15 എലമെന്റ്സ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഏതോ ഒരു എലമെന്റ് എവിടെയൊന്ന് മിസ്സായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എഴുതുക. ഓക്കെ അല്ലേ? ഓക്കെ, ലിസൺ. നെക്സ്റ്റ് പ്രോബ്ലം. ആൻ എക്സ്പെരിമെന്റ് കൺസിസ്റ്റിംഗ് ഓഫ് റെക്കോർഡിംഗ് boy girl composition of families with 2 children. First sub question: what is the sample space if we are interested in knowing whether it is a boy or girl in the order of their birth? Second sub question: what is the sample space if we are interested in the number of girls in the family? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 2 ചിൽഡ്രൻ ഉള്ള 2 കുട്ടികളുള്ള ഒരു കുടുംബത്തിൽ എത്ര ബോയ്സ് ഗേൾസ് കോമ്പോസിഷൻ, അതായത് അതിൽ എത്ര ബോയ്സിന് എത്ര ഗേൾസിന് എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിൽ സാമ്പിൾ സ്പേസിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ സാമ്പിൾ സ്പേസ് ഇഫ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് വെദർ ഇറ്റ് ഈസ് എ ബോയ് ഓർ ഗേൾ ഇൻ ദെയർ ഓർഡർ ഓഫ് ദെയർ ബർത്ത്. അതായത് അവരുടെ ജനിച്ചതിന്റെ ഓർഡറിനനുസരിച്ച് അത് ബോയ് ആണോ ഗേൾ ആണോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ശ്രദ്ധിക്കേ, 2 ചിൽഡ്രൻ ആണുള്ളത്, 2 കുട്ടികളാണുള്ളത്. അതിനകത്ത് അവർ ജനിച്ച ഓർഡറിനനുസരിച്ച് അത് ബോയ് ആണോ ഗേൾ ആണോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസ് എന്താവാം? 2 ബോയ് ആവാം, ബി ആവാം, 2 ബോയ് ആവാം, ആയിക്കൂടെ? ഇനി ഫസ്റ്റത്തത് ബോയും രണ്ടാമത്തത് ഗേൾ ആവാം, ഓർഡർ വ്യത്യാസമുണ്ട്. ഇനി ആദ്യത്തത് ഗേളും രണ്ടാമത്തത് ബോയ് ആവാം. ഇവിടെ ഇത് 2 ഓർഡർ വ്യത്യാസമുണ്ട്, ശരിയല്ലേ? അപ്പൊ അത് 2 2ആണ്. ക്ലിയർ? അപ്പൊ ഇവിടെ കണ്ടോ, ഇൻ ദ ഓർഡർ ഓഫ് ദിയർ ബർത്ത്. ക്ലിയർ? അപ്പൊ ഇനി അടുത്തത് 2 ബോയ് ആവാം. ഇനി ഒരു ബോയും ഒരു ഗേൾ എന്ന് പറയുമ്പോൾ അവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ? ഇനി അടുത്ത 2ഉം ഗേൾ ആവാം. ദാറ്റ് ഈസ് ദീസ് ആർ ദി സാമ്പിൾ സ്പേസ് ഫോർ ദി ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഫോർ ദി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വി ക്യാൻ സേ ദാറ്റ് വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ് ഇഫ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ഫാമിലി. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കേസിൽ ശ്രദ്ധിക്കട്ടോ, രണ്ടാമത്തെ കേസിൽ ആ ഒരു കുടുംബത്തില് എത്ര ഗേൾസ് ഉണ്ട് എന്നതിന്റെ നമ്പറിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസ് ഏതൊക്കെയാണ്? എത്ര പോസിബിലിറ്റി ഉണ്ട്? ഒന്നെങ്കിൽ 2 ബോയ്സ് ആവാം, ശരിയല്ലേ? 2 ബോയ്സ് ആവുക എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? അവിടെ 0 ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഒരു ഗേൾ ആവാം, ശരിയല്ലേ? ഒരു ഗേളും ഒരു ബോയും ആവണമെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 1 ആണ്.
ഇനി രണ്ടും ഗേൾസ് ആവാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 2 ആണ്. വേറെ പോസിബിലിറ്റി ഉണ്ടോ? ഇല്ലല്ലോ. മൊത്തം 2 കുട്ടികളല്ലേ ഉള്ളൂ. ആ 2 കുട്ടികളിൽ 2ഉം ഗേളാവാം, അതിൽ ഒരു ഗേളാവാം, ഇനി ഒറ്റൊന്നും ഗേൾ ഇല്ലാതിരിക്കാം. അമ്മ അങ്ങനെയുള്ള പോസിബിലിറ്റി. അപ്പം അത്ര നമ്പർ ഓഫ് ഗേൾസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ S is equal to 0, 1, 2. ദീസ് ആർ ദി സാമ്പിൾ സ്പേസ്. ക്ലിയർ? അപ്പം നമുക്ക് തരുന്ന കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? സാമ്പിൾ സ്പേസ് എടുക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. ലിസൺ. എ കോയിൻ ഈസ് ടോസ്ഡ്. ഇഫ് the outcome is head, a die is thrown. If the die is shows up an even number, the die is thrown again. What is the sample space? Question എന്താ ശ്രദ്ധിക്കുക. ഒരു കോയിന് ടോസ് ചെയ്യാണ്. അത് ഹെഡ് കിട്ടുകയാണെങ്കിൽ നമ്മളൊരു ഡൈ ത്രോ ചെയ്യുന്നു. ആ ഡൈയിൽ ഈവൺ നമ്പർ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഡൈ ത്രോ ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്പ് ഉള്ളൂ. വീണ്ടും വീണ്ടും ഇല്ല, അവിടെ നിന്നു. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, അവിടെ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡൈ ത്രോ ചെയ്യുന്നു. ആ ഡൈയിൽ ഈവൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡൈ ത്രോ ചെയ്യുന്നു. ഇതല്ലേ എക്സ്പെരിമെന്റ്? അപ്പോൾ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? സാമ്പിൾ സ്പേസ് S ഈക്വൽ ടു, ശ്രദ്ധിക്കുക, എനിക്ക് ഹെഡ് കിട്ടാൻ ആദ്യം ഞാൻ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. ശരിയല്ലേ? ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഞാൻ ആദ്യം കോയിന് ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. ക്ലിയർ? ഇനി എനിക്ക് ടെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യണില്ല. ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡൈ ത്രോ ചെയ്യും. ഡൈ ത്രോ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് പോസിബിലിറ്റി ഉള്ളത്? 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. ക്ലിയർ? ഇനി ആ കിട്ടുന്ന ഡൈയിൽ ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡൈ ത്രോ ചെയ്യുന്നു. അപ്പൊ 2 ആണെങ്കിൽ, 1 ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യണില്ല. 2 ഈവൺ നമ്പർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും ഒരു ഡൈ ത്രോ ചെയ്യുന്നു. അത് 1, 2, 3, 4, 5, 6. ആ ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 വരെ വരാലോ. അതേപോലെ 4 വരുമ്പോൾ എന്ത് വരും? 4 ഈവൺ നമ്പർ ആണ്. അപ്പൊ ഡൈ ത്രോ ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6 വരെ വരാം. ഇനി 6 വരാണെങ്കിൽ വീണ്ടും ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6 വരെ വരാം. ക്ലിയർ? അപ്പൊ നമ്മൾ സാമ്പിൾ സ്പേസ് എങ്ങനെ എഴുതാ? എസ് ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഡൈ ത്രോ ചെയ്യുന്നു. ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡൈ ത്രോ ചെയ്യുന്നു. അത് 1 ആവാം. 1 ആയാൽ നമ്മളൊന്നും ചെയ്യണില്ലല്ലോ, അങ്ങനെ എഴുതാം. ഇനി 2 ആയാലോ? 2 ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു ഡൈ ത്രോ ചെയ്യുന്നു. അത് ആ ഡൈ 1 ആവാം. ദെൻ H2 ആ ഡൈ 2 ആവാം. H2 ആ ഡൈ 3 ആവാം. ദെൻ H2 4, H2 5, H2 6 എന്ന് വരെ വരാം. ക്ലിയർ? ഇനി ആദ്യം ഹെഡായി, പിന്നെ ആദ്യം 1 കിട്ടി. 1 കിട്ടിയപ്പോൾ അവിടെ നിന്നു. 2 കിട്ടിയപ്പോൾ ഇത്രയും പോസിബിലിറ്റി ആണ്. ഇനി 3 കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ലല്ലോ, ഈവൺ നമ്പർ അല്ലല്ലോ. ഇനി 4 കിട്ടിക്കഴിഞ്ഞാലോ വീണ്ടും അവിടെ ഡൈ ത്രോ ചെയ്യും. അത് 1 ആവാം, H4 2 ആവാം, H4 3 ആവാം, H4 4 ആവാം, H4 5 ആവാം, H4 6 ആവാം. ക്ലിയർ? ഇനി H ഹെഡ് കിട്ടിന്ന് ഇനി അടുത്ത് 5 കിട്ടിയെന്ന് വിചാരിക്കാം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈവൺ നമ്പർ ആണല്ല. ക്ലിയർ? ഓഡ് നമ്പർ ആണ്. ഇനി അടുത്ത 6 കിട്ടിക്കഴിഞ്ഞാലോ ഈവൺ നമ്പറാ. അപ്പൊ H6 പിന്നെ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 ആവാം, H6 2 ആവാം, H6 3 ആവാം, H6 4 ആവാം, H6 5 ആവാം, H6 6 ആവാം. ക്ലിയർ? കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കട്ടോ. ഇത് നമ്മൾ എഴുതിയിട്ടുള്ള എന്താണ്? നമ്മൾ ഫസ്റ്റത്തെ എക്സ്പെരിമെന്റ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ്? കോയിന് ടോസ് ചെയ്യാന്നുള്ളതാണ്. ആ കോയിന് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുകയാണെങ്കിലുള്ള പോസിബിലിറ്റിയാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി അവിടെ ആ ഹെഡ് കിട്ടുന്നതിന് പകരം ടെയിൽ കിട്ടാലോ. അപ്പൊ ടോസ് ചെയ്തപ്പോൾ ടെയിൽ കിട്ടിയെന്ന് വിചാരിക്കുക. സുഖമാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ T ആണ്. അപ്പൊ ഇത്രയും സാമ്പിൾ സ്പേസ്, ഇത്രയും എലമെന്റ് ഉള്ള ഈ ഒരു സെറ്റിനെയാണ് നമ്മൾ ഇതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് നമ്മൾ പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം. A die is thrown repeatedly until a 6 comes up. What is the sample space for this experiment? This is the question. Simple question. A die is thrown repeatedly until 6 comes up. ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യാണ്. അത് എത്ര വരെ ത്രോ ചെയ്യുന്നുണ്ട്? നമുക്കൊരു 6 കിട്ടുന്നത് വരെ ത്രോ ചെയ്യാണ്. ശ്രദ്ധിക്കട്ടോ, നല്ലോണം ശ്രദ്ധിക്കുക. ഞാനൊരു ഡൈ ത്രോ ചെയ്യാണ്. ആ ഡൈ ത്രോ ചെയ്യുന്നത് 6
കിട്ടുന്നത് വരെ ത്രോ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് അയച്ചു. ശ്രദ്ധിക്കട്ടോ, സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു, ശ്രദ്ധിക്കേ. അപ്പോൾ എനിക്ക് ഞാൻ ആദ്യത്തെ ത്രോയിൽ തന്നെ 6 കിട്ടി. അപ്പോൾ എനിക്ക് ആ എക്സ്പെരിമെന്റ് നിർത്തിക്കൂടെ? നമുക്കൊരു ത്രോ ചെയ്യുമ്പോൾ അത് 6 കിട്ടുന്നത് വരെ നമ്മൾ ത്രോ ചെയ്യാന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ പറയാണ് ഞാൻ ത്രോ ചെയ്തപ്പോൾ എനിക്ക് 6 കിട്ടി. 6 കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എക്സ്പെരിമെന്റ് കഴിയുമല്ലോ. അപ്പോൾ 6 അവിടെ നിന്നു. ഇനി ഫസ്റ്റത്തെ ത്രോയിൽ 6 കിട്ടുക എന്ന് പറയുമ്പോൾ ഈ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ത്രോയിൽ 6 കിട്ടിയാൽ അപ്പോൾ നമ്മൾ അവിടെ നിർത്തും. അപ്പോൾ രണ്ടാമത്തെ ത്രോയിൽ 6 കിട്ടുക എന്ന് പറയുമ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട്? ആദ്യത്തേതിൽ 1, രണ്ടാമത്തേതിൽ 6 വരാം. ഇനി ആദ്യത്തേതിൽ 2, രണ്ടാമത്തെ 6 വരാം. ആദ്യത്തേതിൽ 3, രണ്ടാമത്തെ 6 വരാം. ആദ്യത്തേതിൽ 4, രണ്ടാമത്തേതിൽ 6 വരാം. ആദ്യത്തേത് 5, രണ്ടാമത്തേതിൽ 6 വരാം. ദെൻ ആദ്യത്തേൽ ഇത്രയേ ഉള്ളൂ. ഇനി ആദ്യത്തേൽ 6 വന്നാൽ 6,6 എഴുതാൻ പറ്റില്ല. നല്ലോണം ശ്രദ്ധിക്കട്ടോ, 6,6 എഴുതാൻ പറ്റൂല. എഴുതാൻ പറ്റുമോ? പറ്റൂല. കാരണം 6,6 ആദ്യത്തെ 6 കിട്ടി അവിടെ നിർത്തുന്നുണ്ട്, രണ്ടാമത്തെ പിന്നെ അറിയില്ല. ക്ലിയർ? ഇനി ഇപ്പൊ ഇത് രണ്ടാമത്തേത് 6 കിട്ടുക എന്ന് പറയുമ്പോൾ ഇത്രയും പോസിബിലിറ്റി ആണുള്ളത്. ഇനി മൂന്നാമത്തെ 6 കിട്ടുക എന്ന് പറയുമ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട് നോക്കിയേ. 1,6 വരാം. ക്ലിയർ അല്ലേ? ഇനി 1,2,6 വരാം. 1,3,6 വരാം. 1,4,6 വരാം. 1,5,6 വരാം. 1,6,6 വരൂല. ക്ലിയർ? ഇനി ആദ്യത്തേത് 1 വന്നു, ഉള്ള പോസിബിലിറ്റി ആണ് ഇതെല്ലാം. ഇനി ആദ്യത്തേത് 2 വന്നാലും പോസിബിലിറ്റിയോ 2,1,6 വരാം. 2,2,6 വരാം. എറ്റ്സെട്ര അപ് ടു വേണമെങ്കിൽ എന്ത് വരാം? 2,5,6 വരെ വരാം. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ 3,1,6 വരാം. എറ്റ്സെട്ര അപ് ടു 3,5,6 വരാം. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെ പോകും നമ്മുടെ എലമെന്റ്. ക്ലിയർ? അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ 4,1,6 ദെൻ 4,1,6 മുതൽ 4,5,6 വരെ വരാം. 5,1,6 മുതൽ 5,5,6 വരെ വരാം. ഇനി 6 വെച്ചിട്ട് എഴുതാൻ പറ്റൂല. ക്ലിയർ? ഫസ്റ്റ് 6 വെച്ചിട്ട് എഴുതാൻ പറ്റില്ല. 6 വെച്ച് അവിടെ നിർത്തുന്നില്ലേ? ക്ലിയർ? ഇനി അടുത്തത് മൂന്നാമത്തെ കേസിലാണിത്. ഇനി നാലാമത്തെ 6 കിട്ടുക എന്ന് പറയുമ്പോഴോ 1,1,1,6 വരെ വരാലോ. 1,1,1,2,6 വരാലോ. 1,1,3,6 വരാലോ. എഴുതിയാൽ തീരുമോ? ഇല്ല, അങ്ങനെ പോവും. അപ്പൊ ഇനി അടുത്തത് വേണ്ടോ, നമ്മൾ ഇവിടെ 2, 3, 4, 5 എഴുതി. ഇനി അടുത്ത എന്ത് എഴുതാം? ഇവിടെ 2, 3, 4, 5 അങ്ങനെ വരാം. അത് 2, 3, 5 വരുമ്പോൾ ഇനി ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 വരാം, ഇവിടെ 2 വരാം. അങ്ങനെ ഒരുപാട് എലമെന്റ്സ് വരും. അപ്പൊ അത് എഴുതാൻ നിൽക്കുന്നതല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫിനിറ്റി എന്നിട്ടിട്ട് നമുക്ക് ഇതേ രീതിയിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ അത് 6 കിട്ടുന്നത് വരെ ത്രോ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യത്തേല് 6 കിട്ടാം, രണ്ടാമത്തേല് 6 കിട്ടാം, മൂന്നാമത്തേല് 6 കിട്ടാം, നാലാമത്തേല് 6 കിട്ടാം, അഞ്ചാമത്തേല് 6 കിട്ടാം, ആറാമത്തേല് 6 കിട്ടാം, ഏഴാമത്തേല് 6 കിട്ടാം, 100ാമത്തേല് 6 കിട്ടാം, 1000ൽ 6 കിട്ടാം. അങ്ങനെ പോവും. എഴുതിയാൽ തീരുവോ? ഇല്ല. അപ്പൊ നമുക്ക് കുറച്ചങ്ങോട്ട് എക്സെപ്റ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പൊ ദീസ് ആർ ദി ആൻസേഴ്സ്. ക്ലിയർ? അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസിന്റെ, ഈ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവന്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് ഒരു ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ റാൻഡം എക്സ്പെരിമെന്റ് പറഞ്ഞു, സാമ്പിൾ സ്പേസ് പറഞ്ഞു, ഔട്ട്കം പറഞ്ഞു, അതുപോലെ സാമ്പിൾ പോയിന്റ് പറഞ്ഞു. ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സാമ്പിൾ സ്പേസ് എഴുതുന്ന എക്സ്പെരിമെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിക്കാൻ, നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഒരു പ്രോബ്ലത്തിനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് സാമ്പിൾ സ്പേസ് എഴുതുക എന്നുള്ളത്. നമ്മുടെ പ്രോബബിലിറ്റിക്കകത്തുള്ള ഒരു പ്രോബ്ലത്തിനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് സാമ്പിൾ സ്പേസ് ചെയ്തത്. അപ്പോൾ നമ്മൾ വെറൈറ്റീസ് ഓഫ് സാമ്പിൾ സ്പേസ് നമ്മൾ എഴുതി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇനി അങ്ങോട്ട് ഒരുപാട് പ്രോബ്ലംസ്, പ്ലസ് ടുവിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് പഠിക്കും. അതിനകത്ത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആയിരിക്കും സാമ്പിൾ സ്പേസ് മനസ്സിലാക്കുക എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇനി അടുത്തത് ഇവന്റ് എന്താണെന്നുള്ളതാണ്. ഈ ഇവന്റ് എന്താണെന്നുള്ളത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യാം കേട്ടോ. ഒരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യാണ്. ടോസിങ് 2 coins once. 2 കോയിൻസ് ശ്രദ്ധിക്കട്ടോ, 2 കോയിൻസ് ഞാൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? എസ് ഇസ് ഈക്വൽ ടു HH ആവാം, HT ആവാം, TH ആവാം, TT ആവാം. ദീസ് ആർ ദി സാമ്പിൾ സ്പേസ്. അപ്പൊ ഒരു കോയിന് 2 പ്രാവശ്യം ടോസ് ചെയ്യുക, 2 കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്യാന്ന് പറയുമ്പോൾ
അല്ലെങ്കിൽ ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യാന്ന് പറയുമ്പോഴും സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 4 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4, ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു എച്ച് 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 ടി ടി എച്ച് ടി ടി. ശരിയല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് എലമെന്റ്സ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവന്റ് എന്താന്ന് പറയാൻ പോണത്. ഓക്കെ.